ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് PSC 2023-24 കാലഘട്ടത്തിൽ നടത്തിയ കുറച്ച് പ്രിലിമിനറി എക്സാമിൻ്റെ ലിസ്റ്റ് ഇന്നലെ, അതായത് 11/4/2024 വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ലാസ്റ്റ് പറയാം. ഇതിൻ്റെ ആദ്യമേ എൻ്റെ ഷോർട്ട് ലിസ്റ്റും എത്ര പേരുണ്ടായിരുന്നു, കട്ട് ഓഫും എല്ലാമാണ് ആദ്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ലാബോറട്ടറി അറ്റൻഡർ കാറ്റഗറി നമ്പർ 598/2022. ഇത് ഡ്രഗ് കൺട്രോളിലാണ്. ഇതിൻ്റെ കട്ട് ഓഫ് 74.67 ആയിരുന്നു. ടോട്ടൽ 39,012 പേര്, ഏകദേശം 39,012 പേരായിരുന്നു ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉള്ളത്. ഇനി ഇതിൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ 23,700 മുതൽ 52,600 വരെയാണ്. സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് എക്സാം നടക്കുന്നത്. ഇതിന് ടോട്ടൽ വേക്കൻസി ഇപ്പോഴും 13 വേക്കൻസിയാണ് നിലവിലുള്ളത്. ഈ 13 എണ്ണവും NJD ആണ്. ലാസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തത് 7/7/2022 ഇതിന്റെ ലാസ്റ്റ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ലാബോറട്ടറി അറ്റൻഡന്റിന്റെ കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മ്യൂസിയം അറ്റൻഡന്റ്. അതും സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് എക്സാം നടത്തിയത്. കാറ്റഗറി നമ്പർ 256/2017. അതിന്റെ കട്ട് ഓഫ് 80.3939. ഫാൻസി നമ്പറാണ്. 80.3939. ഓക്കെ, ഇത് ടോട്ടൽ 10,975 പേര് മാത്രമേ ഇതിന്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. ഇതിന്റെ സാലറി വന്നിട്ട് 17,000 മുതൽ 37,500 വരെയാണ്. ഇത് ഏകദേശം 4,03,359 പേരോളം ഈ എക്സാം എഴുതിയിട്ടുണ്ട്. അതിവിടെ പ്രസക്തിയില്ല. ഇതിന്റെ വേക്കൻസി ഒരു വേക്കൻസി മാത്രമേ ഉള്ളൂ. അത് ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് 3/9/2020. ഓക്കെ, അപ്പോൾ അതാണ് അതിന്റെ കാര്യം. ഇനി അടുത്തൊരു പോസ്റ്റാണ് ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് 2. ഇതും സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് എക്സാം നടത്തിയത്. കാറ്റഗറി നമ്പർ 105/2022. ഇതിന്റെ കട്ട് ഓഫ് 80.3748 ആണ്. ടോട്ടൽ 29,812 പേരാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ സാലറി 16,500 മുതൽ 35,700 വരെയാണ്. ഇത് ടോട്ടൽ വേക്കൻസി ഇപ്പോഴും 6 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് 4/8/2021 ഈ 6 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ 6 ഫ്രഷ് വേക്കൻസി തന്നെയാണ്. ഇനി മെയിൻ ആയിട്ടുള്ള പോസ്റ്റാണ് LDC അസിസ്റ്റന്റ് കാഷ്യർ ഖാദി ബോർഡിൽ. ഇതും സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് എക്സാം നടത്തിയത്. ഇതിന്റെ കാറ്റഗറി നമ്പർ 54/2022. ഇതിന്റെ കട്ട് ഓഫ് 80.3939 തന്നെയാണ്. ഇത് നേരത്തെ വന്ന കട്ട് ഓഫിൽ, അതായത് മ്യൂസിയം അറ്റൻഡറിന്റെ അതേ കട്ട് ഓഫ് തന്നെയാണ് ഇതിനും വന്നിരിക്കുന്നത്. ടോട്ടൽ 37,205 പേരെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളൂ. ഇതുവരെ വേക്കൻസി 24 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 8 NJD വേക്കൻസിയും 16 ഫ്രഷ് വേക്കൻസിയും. ഇത് ഏകദേശം ഒരു 8 ലക്ഷത്തിൽ പുറത്ത് ആൾക്കാർ ഈ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ 4 എണ്ണമാണ് ഇന്നലെ മെയിനായിട്ട് വന്ന എക്സാമിന്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ, ലാബോറട്ടറി അറ്റൻഡറിന്റെ 13 വേക്കൻസി നിലവിലുണ്ട്. അത് 39,012 പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഇനി മ്യൂസിയം അറ്റൻഡന്റിന്റെ വേക്കൻസി എന്ന് പറഞ്ഞാൽ ഒരു വേക്കൻസിയാണ്. അത് 10,975 പേരുടെ ലിസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് 2, അതിൽ 6 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് 29,812 പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഇനി LDC ഖാദി ബോർഡ് LDCയിൽ 24 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് 37,205 പേരുടെ ലിസ്റ്റും ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ താരതമ്യം നോക്കുമ്പോൾ ഏകദേശം വേക്കൻസിക്ക് അനുസരിച്ചാണ് ഇതിന്റെ ഷോർട്ട് ലിസ്റ്റിലെ ആൾക്കാരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ 2023 ഒരു പ്രിലിമിനറി എക്സാം ഉണ്ടായിരുന്നു. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ആംബുലൻസ് അസിസ്റ്റന്റ്, കൂലി വർക്കർ, ഫാം വർക്കർ എന്നൊക്കെ പറയുന്ന എക്സാം. അതിനകത്ത് ഏകദേശം ഒരു വേക്കൻസിയൊക്കെ ഉള്ള പോസ്റ്റിൽ വരെ 35,000 പുറത്ത് ആൾക്കാരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഖാദി ബോർഡിന് 24 വേക്കൻസി ഉണ്ടായിട്ട് പോലും വെറും 37,205, എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 37,205 പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഇത് നോക്കുമ്പോൾ നമുക്ക് പൊതുവേ ഇതിനകത്ത് പറയാൻ പറ്റുന്നത്, ഈ ലിസ്റ്റിൽ ഏകദേശം ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിരിക്കുന്നത് 37,205 ഖാദി ബോർഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ബാക്കിയെല്ലാം, ഈ ബാക്കി പറഞ്ഞ 3 ലിസ്റ്റിൽ, ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇനി വേറൊരു കാര്യങ്ങളുണ്ട്. ഈ ലിസ്റ്റിൽ, ഈ 4 ലിസ്റ്റിലും ഉൾപ്പെട്ട ആൾക്കാർ യാതൊരു സന്തോഷമോ ഒന്നും കാണില്ല. കാരണം എന്താണ്, അവർ പല ലിസ്റ്റിലുമുള്ള അഡ്വൈസ് കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കമ്പനി ബോർഡ് LGS, അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് KSRTC, KSFE, പിന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ, SI, പോലീസ് കോൺസ്റ്റബിൾ, അങ്ങനെയൊക്കെയുള്ള ലിസ്റ്റിൽ അഡ്വൈസ് കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ അഡ്വൈസ് വന്ന, അല്ലെങ്കിൽ ജോലിക്ക് ജോയിൻ ചെയ്ത ആൾക്കാർ വരെ ആയിരിക്കും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അവരൊന്നും ഒരിക്കലും ഈ പരീക്ഷ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യുമായിരിക്കും, ചിലപ്പോൾ അവർ ഈ ജോലി കിട്ടിയില്ല, അവരിനകത്ത് നിന്ന് പോകാനുള്ള. അപ്പോൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഏകദേശം ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഏകദേശം ഒരു 60% കൂടുതൽ ആൾക്കാരും പല ജോലിയും ചെയ്യുന്നവരും ആയിരിക്കും. അതുപോലെ തന്നെ അഡ്വൈസ് കാത്തിരിക്കുന്നവരും ആയിരിക്കും. ഡിഗ്രി ലെവലുള്ള എക്സാമിന് വരെ ലിസ്റ്റിലുള്ള ആൾക്കാരും അഡ്വൈസ് കാത്തിരിക്കും.
പഠിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള ഏകദേശം ഒരു 30% ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പുതിയതായിട്ട് ആഡ് ചെയ്ത് വന്നിരിക്കുന്നത്. അവർ മാക്സിമം പഠിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ളത്. മറ്റുള്ള ആൾക്കാർ ഇതിനകത്ത് പോകത്തില്ലയോ അത് നമുക്ക് ഇനി മെയിൻ പരീക്ഷകളെ കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ. സ്റ്റാൻഡർഡൈസേഷൻ നോമിനൈസേഷൻ ഒക്കെ നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് 73 ഇത് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല, ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല. 74 കട്ട് ഓഫിലുള്ള 73 ആൾക്കാർ അതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല. അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ആവറേജിൽ കൂടുതൽ നിൽക്കുന്ന ആൾക്കാരൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. എബോ ആവറേജുള്ള ആൾക്കാരാണ് ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു 30% ആൾക്കാർ, ആ 30% ആൾക്കാരായിരിക്കും ഇതിനകത്ത് പുതിയതായിട്ട് വന്ന ആൾക്കാർ. അവർ പഠിക്കുക. അതുപോലെ തന്നെ ഇതിനകത്ത് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആൾക്കാർ, നല്ലപോലെ മാർക്ക് മേടിച്ച് 70 പുറത്തൊക്കെ മാർക്ക് മേടിച്ച ആൾക്കാരുണ്ട്. ഇത്രയും പഠിച്ചിട്ട് ലിസ്റ്റിൽ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കാതെ അവർ LD ക്ക് വേണ്ടി മാക്സിമം പഠിക്കുക. നിങ്ങൾ നല്ലൊരു ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ നല്ലൊരു ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. LDC എന്ന് പറഞ്ഞാൽ ഒറ്റ എക്സാമേ ഉള്ളൂ. LDC നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും, ആൾക്കാരുടെ എണ്ണം കുറവാണെന്നേ ഉള്ളൂ. നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. ഇതിൽ നിന്ന് ഈ കമ്പനി ബോർഡിലൊക്കെ നിൽക്കുന്ന പല ആൾക്കാരും LDC കിട്ടി കഴിഞ്ഞാൽ അങ്ങോട്ട് ചാടാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അതുകൊണ്ട് LDC നല്ല ടൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ലിസ്റ്റിൽ വന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് പ്രിലിമിനറി എക്സാമാണ്. ഈ പ്രിലിമിനറി എക്സാമിൽ വന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കാതെ നിങ്ങൾ മാക്സിമം പഠിക്കും. നിങ്ങൾ നല്ലതുപോലെ പഠിക്കും. നിങ്ങൾ നല്ല ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ 60 മാർക്കിൽ കൂടുതൽ മേടിച്ച ആൾക്കാർ ധാരാളമുണ്ട്. പല സ്റ്റേജിലും എക്സാം വളരെ ടൈറ്റ് ആയിരുന്നു. അതിന് പല നല്ല 65-70 മാർക്ക് മേടിച്ച കുട്ടികളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അവരൊന്നും ചിന്തിക്കേണ്ട, നിങ്ങൾക്ക് ഇത്രയും പഠിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മാക്സിമം നിങ്ങൾ LD ക്ക് വേണ്ടി പഠിക്കുക. ആ ട്രാക്ക് വിടാതെ ഇനി ഈ ലിസ്റ്റ് വന്നതിന് ശേഷം കുറച്ച് ദിവസത്തേക്ക് ആൾക്കാരൊന്നും പഠിക്കില്ല. കാരണം ഈ ലിസ്റ്റ് വന്നില്ലല്ലോ എന്ന് ഉദ്ദേശിച്ച് അങ്ങനെയൊന്നും വിചാരിക്കാതെ നല്ലതുപോലെ പഠിക്കുക. നിങ്ങൾക്ക് LDC തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും. നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുക. ആ ഒരു ചിന്ത വെച്ചിട്ട് തന്നെ നിങ്ങൾ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അല്ലാതെ വലിച്ചു വാരി ഒന്നും പഠിക്കേണ്ട. പ്രാക്ടിഫൈൽ നിങ്ങൾ 4-5 വോളിയം ആയിരിക്കാം. 4-5 വോളിയം ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. സ്മാർട്ട് സ്റ്റഡി മാത്രം ചെയ്യുക. അങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായും 100% ഉറപ്പാണ് നിങ്ങൾക്ക് LDC കിട്ടുന്നതായിരിക്കും. ഇതൊക്കെ ആദ്യം കൂടെ LDC കുറിച്ച് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഇത്രയാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലുള്ള അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോഴപ്പോൾ തന്നെ നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്കാരം.